ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡിപെൻഡൻസ് ഡേയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോയ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ കളറിലെ ബേസ് ബോ ചെയ്തെടുത്തത്, പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് വേണം. അത് ബോയ്ക്ക് മേച്ച് വേണ്ടിയിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലവേഴ്സ് വേണം, ഗ്ലൂ ഗണ്ണ്. ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്ലവേഴ്സിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സഡ് കളറിൻ്റെ ഒരു സ്റ്റോൺ. പിന്നെ നമ്മൾ ആ ബേസ് എടുത്തതിന് ശേഷം സെൻറ്ററായിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് സെൻറ്റർ എന്ന് പറയുമ്പോൾ വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ആ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ വൈറ്റ് ഫ്ലവർ ഫിക്സ് ചെയ്ത് കൊടുക്കുക, ഫോം ഫ്ലവർ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. കാരണം ഗ്ലൂ ഗൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ അല്ലാതെ യൂസ് ചെയ്യുന്ന B7000 ഗ്ലൂ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ക്ലോത്തില്ലേ, തുണി, അത് ഒരു സിൽക്കി പോലത്തെ ടൈപ്പാണ്, സാറ്റിൻ പോലത്തെ ടൈപ്പാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ടൈം എടുക്കും, ഒട്ടിപ്പിടിച്ച് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. പക്ഷേ ഗ്ലൂ ഗണ്ണാകുമ്പോഴത്തേക്കും നമുക്ക് ഫാസ്റ്റ്ലി ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ, നടുക്ക് സെൻറ്ററിലായിട്ട് 4 ഫോം ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഫോം ഫ്ലവർ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞ ശേഷം അടുത്ത് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഇതേപോലെ 4 ഫ്ലവർ അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുക. ഈ ഗ്ലൂ ഗണ്ണൊക്കെ നമുക്ക് കടയിൽ എല്ലാ കടകളും അവൈലബിൾ ആണ് കേട്ടോ. ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഒരുപാട് മേടിക്കുന്നുണ്ട്. നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാം, ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുമേ ഗ്ലൂ ഗണ്ണ്. ഉണ്ടല്ലേ. ഇനി അപ്പുറത്ത് അതിൻ്റെ അതർ സൈഡിൽ നല്ല ഗ്രീൻ കളറും കൂടെ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ. കണ്ടില്ലേ, നല്ല ഫ്ലാഗിൻ്റെ നല്ല മോഡലിൽ നല്ലൊരു ബോയ് ആയി കിട്ടിയിട്ടുണ്ടേ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പും കൂടെ അതിൻ്റെ മാച്ച് നമുക്ക് ചെയ്തെടുക്കണമല്ലോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ക്ലിപ്പും കൂടെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും തലയിൽ വയ്ക്കുമ്പോഴത്തേക്കും. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ ഗ്ലൂ ഗണ്ണല്ല യൂസ് ചെയ്യുന്നത്, B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആകുമ്പോഴത്തേക്കും നല്ല ഒട്ടിയ മെറ്റൽ ടൈപ്പായതുകൊണ്ട് നമുക്കിത് ഗ്ലൂ ഗണ്ണ് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്താൽ അത് പെട്ടെന്ന് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കാൻ ശകലം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് നല്ല സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം ഇതുപോലെ കണ്ടില്ലേ, ചെറിയതായിട്ടൊന്ന് ലേ ഉള്ളൂ, നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റുമേ. ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അത് ബോർഡിൽ വെച്ച് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ബോർഡിൽ വയ്ക്കാണ്ട് കയ്യിൽ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ ആദ്യം ബോർഡിൽ വെച്ച് കാണിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ മിക്സഡ് ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ട് അതും കൂടെ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ കുഞ്ഞ് മിക്സഡ് ആയിട്ട് ഡിസ്കിൻ്റെയൊക്കെ കളറില്ലേ അതുപോലത്തെ കളറ് സ്റ്റോണാണ്. അപ്പോൾ അതും കൂടെ വെച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നന്നായിരിക്കും. ഇതുപോലെ അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒട്ടിച്ചെടുക്കാം. അല്ലേ, എല്ലാം നല്ല ഭംഗിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അല്ല, ഇതുപോലെ നല്ല ഭംഗിക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടില്ലേ, എത്ര സമയം എടുത്ത് അധികം സമയം എടുത്തില്ല. ഇതുപോലെ ഞാൻ വേറെയും കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ കളറിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ ചെയ്തെടുത്തതാണ്. വേറെ മോഡൽ ചെയ്യാം, നിങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. പിന്നെ കണ്ടില്ലേ, അത് ക്ലിപ്പും എല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ.